സ്തോത്രം. കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. രാജകീയ പുരോഹിത വർഗമായി ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയരെ, ഇന്ന് പകൽ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ നാനാ തുറകളിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും ശാരീരികമായും മാനസികമായും നാം തളർത്തപ്പെട്ടുകൊണ്ടിരിക്കാം. പക്ഷേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ദൈവം നമ്മെ വിലയ്ക്ക് മേടിച്ചു. തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് മോചനം നൽകി നമ്മെ ദൈവത്തിൻ്റെ മക്കളായി സ്വന്തം ജനമായി അവൻ നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ അവൻ നമുക്ക് വില കൊടുത്തിട്ടുണ്ട്. വില മുടക്കി നമ്മെ വിളിച്ച ദൈവം നമുക്ക് ഒരു ദൗത്യം തന്നിരിക്കുകയാണ്. നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരിക്കലും എൻ്റെയോ നിങ്ങളുടെയോ നാശത്തിനല്ല. നമ്മെക്കുറിച്ചുള്ള നല്ല ശുഭഭാവി വെളിപ്പെട്ടു വരുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. പലപ്പോഴും നമ്മുടെ വിചാരങ്ങൾ കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ ഇച്ഛകൾ കൊണ്ടും നമ്മുടെ ദുഷ്ടകരമായിരിക്കുന്ന മനസ്സുകൊണ്ടും പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരുദ്ധമായി നാം മാറാറുണ്ട്. എന്നാൽ ഇന്ന് പകൽ നാം മറന്നു പോകാതെ ശ്രമിക്കുക. കാരണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയാണ്. ഇവിടെ തിരുവചനത്തിൽ നമ്മൾ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഇരമ്യാവിനെ ദൈവം വിളിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം കണ്ടു. ജാതികൾക്ക് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ജാതികൾക്ക് പ്രവാചകനായി ദൈവം അവനെ വിശദീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുമ്പ് അവൻ നമ്മെ കണ്ട് നമ്മെ തിരഞ്ഞെടുത്ത് ഒരു ദൈവത്തിൻ്റെ ദൗത്യത്തിന് വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് പകൽ ഏത് വിഷയങ്ങളിൽ നാം ഭാരപ്പെട്ടിരിക്കുന്നോ, ഏത് വിഷയങ്ങളിൽ നാം തകർക്കപ്പെട്ടിരിക്കുന്നോ, അതേ വിഷയങ്ങൾക്കകത്ത് ദൈവം നമ്മെ പുറത്തു വരുത്തും. ഇരമ്യാവിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്: ദൈവമേ, ഞാൻ എന്തു ചെയ്യേണ്ടു? കാരണം ഞാൻ ഒരു ബാലനാണ്. ഞാൻ ബാലൻ എന്ന് നീ പറയരുതെന്ന് ദൈവം പറയുമ്പോൾ ഇരമ്യാവിനോട് ദൈവത്തിന്റെ വിളി, ഹല്ലേലൂയ, നീ ഒരു ബാലനാണ്. ലോകം ഇരമ്യാവുമായിട്ടുള്ള ദൈവത്തിന്റെ ബന്ധത്തിൽ ഇരമ്യാവ് ദൈവത്തോട് പറയാണ്: ദൈവമേ, ഞാനൊരു ബാലനാണ്. യഹോവയാകുന്ന ദൈവത്തിന്റെ മറുപടി: ആണുകുഞ്ഞ്, നീ ബാലൻ എന്നല്ല, മറിച്ച് നീ ഒരു ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്നവരുടെയൊക്കെ നടുവിൽ നീ അവരോട് എൻ്റെ വചനങ്ങളെ സംസാരിക്കണം. പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, പലപ്പോഴും ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ഒരു ദൗത്യത്തിന് വേണ്ടി ആക്കി വെച്ചിരിക്കുമ്പോൾ നാം കുറവുള്ളവരാണ്, നാം ബലഹീനരാണ്, നാം പോരായ്മയുള്ളവരാണ്. ഇതെല്ലാം ദൈവത്തിനറിയാം. പക്ഷേ ദൈവം ഒരു പ്രത്യേകമായിരിക്കുന്ന ദൗത്യത്തിന് വേണ്ടി, നിയോഗത്തിന് വേണ്ടി വിളിക്കുമ്പോൾ നമ്മെ തന്നെ ഒരുക്കിയെടുക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്. ദൈവം പറയുന്നത്: നിന്റെ ചിന്തകൾ കൊണ്ടും ഇച്ഛകൾ കൊണ്ടും വിചാരങ്ങൾ കൊണ്ടും വികാരങ്ങൾ കൊണ്ടും നിന്റെ ശാരീരിക ഘടനകൾ കൊണ്ടും ഒരുപക്ഷെ നീ ബാലനായിരിക്കാം. ഒരിക്കൽ സ്തോത്രം, രാജാവിനെ തിരഞ്ഞെടുക്കാൻ ശൗമേൽ പ്രവാചകനെ ദൈവം അയക്കുമ്പോൾ ദൈവം പറഞ്ഞത്: അവൻ്റെ മുഖം നോക്കരുത്, അവൻ്റെ മുഖം നോക്കരുത്, അവൻ്റെ പൊക്കം നോക്കരുത്. അവനൊരു പക്ഷേ നീ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് വരത്തില്ലായിരിക്കാം. അവൻ പവിഴ നിറമുള്ളവനാണ്. അവൻ്റെ മുഖമോ പൊക്കമോ നീ നോക്കരുത്. കാരണം നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല. ഇസ്രായേലിൽ ഇപ്പോഴിരിക്കുന്ന രാജാവിനെ സംബന്ധിച്ച് സകല മനുഷ്യരെക്കാൾ തോൾ മുതൽ പൊക്കമുള്ളവനാണ് ഒന്നാമത്തെ രാജാവ്. പക്ഷേ ആ ഒരു തലത്തിൽ നീ പരിശോധിച്ച് ഇവനെ നോക്കുമ്പോൾ ഒരുപക്ഷെ അത് നിനക്ക് ഭോഷത്വമായി തോന്നിയേക്കാം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ഇന്ന് പകൽ എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ദാവീദിങ്കിലേക്ക് ദൈവം നോക്കുമ്പോൾ പ്രവാചകനാകുന്ന ശൗമേലിനോട് പറയുന്നൊരു വാക്കിങ്ങനെയാണ്: ശൗമേലേ, നീ പോയി തൈലക്കൊമ്പിൽ തൈലം നിറച്ച് സ്വത്രം ഞാൻ കാണിക്കുന്നവനെ അഭിഷേകം ചെയ്യണം ഇസ്രായേലിന്റെ രാജാവായിട്ട്. എന്നാൽ അവിടെ ദൈവം പറയുന്ന ഒരു പ്രത്യേക വാക്കിങ്ങനെയാണ്: അവൻ്റെ പൊക്കമോ അവൻ്റെ മുഖമോ നീ നോക്കരുത്, ഞാൻ പറയുന്നവനെ നീ അഭിഷേകം ചെയ്യണം. ഇന്ന് പകൽ ഓർത്തോണം, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ ഇസ്രായേലിന്റെ പ്രത്യേകത, അവൻ പൊക്കമുള്ളവനെയാണ് ഏറ്റവും വലിയ രാജാവാക്കി വെച്ചത്, ശൗൽ എന്ന രാജാവ്. പക്ഷേ ഈ ദാവീദിങ്കിലേക്ക് നോക്കുമ്പോൾ അവന്റെ ജീവിതം തന്നെ ആടുകളോടുകൂടെ വനാന്തരത്തിലാണ്. സ്തോത്രം. അവന്റെ മുഖം നോക്ക്, കോമളരൂപിയാണ്. സ്തോത്രം. അവന്റെ പൊക്കം നോക്ക്, അവൻ കുറുകിയവനാണ്. എന്നാൽ യഹോവയാകുന്ന ദൈവത്തിന്റെ റൂട്ട് അങ്ങനെയല്ല. ഒരുപക്ഷെ കഴുതി
അന്വേഷിച്ചു വന്ന ശൗലിനെ തിരഞ്ഞെടുത്തതുപോലെയുള്ള ഒരു തിരഞ്ഞെടുപ്പല്ല ദാവീദ് നിന്റെ മേൽ കിടക്കുന്നത്. ഇന്ന് പകൽ ഈ വചനം ശ്രമിക്കുന്ന ദൈവവൈതലേ, അനേക വീരന്മാരെ കണ്ടെത്തിയ ദൈവത്തിന് സ്വത്രം മരുഭൂമിയിൽ കിടക്കുന്ന, ഒരുപക്ഷെ വനാന്തരത്തിൽ കിടക്കുന്ന ദാവീദേ, നിന്നെ കാണാൻ കഴിയില്ലെന്ന് നീ വിചാരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, നിന്നെ കാണുന്ന ഒരു കണ്ണ് ഉയരത്തിലുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ദാവീദിനെ കൂടാരത്തിന്റെ അകത്തിരിക്കുന്നവനായിട്ടല്ല ദൈവത്തിനറിയാം പരിചയമുള്ളത്, മറിച്ച് വനാന്തരത്തിൽ കഴിയുന്ന ഒരു ദാവീദിനെ ദൈവത്തിനറിയാം. കൂടാരത്തിൽ ശൗമേൽ പ്രവാചകൻ കടന്നുചെല്ലുമ്പോൾ, ഇശായിയുടെ കൂടാരത്തിൽ കടന്നുചെല്ലുന്ന ശൗമേൽ പ്രവാചകൻ അന്വേഷിക്കുമ്പോൾ സ്തോത്രം ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനെ അവിടെ കാണുന്നില്ല. ഒരുപക്ഷെ അവിടെ ഇരിക്കുന്ന തലങ്ങൾ പറഞ്ഞേക്കാം, ഇവിടെ നിന്ന് ഒരു രാജാവില്ല. പറഞ്ഞ അവനെ ഞാൻ കണ്ടിട്ടില്ല, മറ്റവനെ ഞാൻ കണ്ടിട്ടില്ല, അടുത്ത മൂന്നാമത്തവനെ കണ്ടിട്ടില്ല, ഓരോരുത്തരനെ കണ്ടിട്ടില്ല, തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവം ഒഴിച്ചൊഴിച്ച് മാറ്റി നിർത്തുമ്പോൾ ദൈവം പറയുന്നത്, ഇവരെ ആരെയും ഞാൻ ഇസ്രായേലിന്റെ രാജാവായി കണ്ടിട്ടില്ല. ഒരുപക്ഷെ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഈ ഭക്തനായിരിക്കുന്ന ശൗമേൽ പോയെടുത്ത് ഒരുപക്ഷെ ദൈവം ഇസ്രായേലിന്റെ രാജാവായി നിയോഗിച്ച പുരുഷനെ കണ്ടില്ലെന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഇസ്രായേലിൽ രാജാവില്ലാതിരിക്കുന്നില്ല. ഈ പകൽ ഈ ദൂത് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ ദൂത് വെളിപ്പെട്ടില്ലെന്ന് പറഞ്ഞ്, നിന്റെ അടുക്കലേക്ക് ഒരു പ്രവാചകൻ വന്നില്ലെന്ന് പറഞ്ഞ്, സ്വത്രം നിന്റെ ഭവനത്തിൽ നീ ഇല്ലാതിരിക്കേ, സ്വത്രം ഒരുപക്ഷെ പ്രവാചകൻ നോക്കിയപ്പോൾ ആ ഒരു ഇടപെടിയിൽ നടന്നില്ലെന്ന് പറഞ്ഞ്, കുഞ്ഞെ, നിന്നോടുള്ള വാഗ്ദത്തം സംഭവിക്കാതിരിക്കുന്നില്ല. നീ കൂടാരത്തിന്റെ അകത്താണെങ്കിലും കൂടാരത്തിന്റെ പുറത്താണെങ്കിലും ഹല്ലേലൂയ ആലയത്തിന്റെ അകത്തേക്ക് സ്വത്രം പ്രാർത്ഥനയാകുന്ന ധൂപകലശത്തിന്റെ അടുക്കലേക്ക് ഭക്തനായിരിക്കുന്ന സക്കറിയാവ് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന്റെ മറുപടി ഇങ്ങനെയാണ്, സക്കറിയാവ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭവനത്തിലിരിക്കുന്ന എലിസബത്ത് ഗർഭം ധരിക്കും. ഇന്നു പകൽ ഈ ദൂത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ ഒരിക്കലും നിന്റെ നാശത്തിനോ നിന്റെ നഷ്ടത്തിനോ അല്ല, നിന്റെ നന്മയ്ക്കാണ്. ഇന്നു പകൽ തിരിച്ചറിയുമ്പോൾ ഒരുപക്ഷെ നീ ഇല്ല എങ്കിലും നിന്നോടുള്ള ദൂത് ദൈവം മറച്ചു വെക്കുന്ന ദൈവമല്ല. ശൗമേൽ പ്രവാചകന്റെ മറുപടി ഇങ്ങനെയാണ്, സ്വത്രം, ഇനിയും നിനക്ക് മക്കൾ അവശേഷിക്കുന്നു. സ്വത്രം. ഇശായിയുടെ മറുപടി, ഒരുവനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്നു പകൽ ഈ വചനം ശ്രമിക്കുന്ന ദൈവവൈതലേ, ഒരുവനുണ്ട്. അവൻ കൂടാരത്തിന്റെ അകത്തല്ല, അവൻ ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരത്തില. അവനെ വിളിക്കീൻ. അവൻ വന്നിട്ടല്ലാതെ നാം പന്തിയിലിരിക്കുന്നതല്ല. സ്വത്രം. അവനെ വിട്ടാളയക്കുമ്പോൾ അവന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന 2-3 പേര് കടന്നു എന്നിട്ട് പറയാം, മേൽ പ്രവാചകൻ വന്നിട്ടുണ്ട്. നിന്റെ സഹോദരന്മാരെ മൊത്തം നോക്കിയിട്ട് പറഞ്ഞു, ഇവന്മാരെ എന്നും രാജാവായിട്ട് കൊള്ളത്തില്ല, പിന്നെ നിന്നെ കൊള്ളാമോ? കുറുകിയവൻ, പവിഴ നിറമുള്ളവൻ, സ്വത്രം, നിന്നെ എന്തിനു കൊള്ളാം സ്വത്രം എന്നൊക്കെ ചോദിച്ചൊരു പക്ഷേ സ്വത്രം അവനെ താഴ്ത്തി കിട്ടുന്ന വാക്കുകൾ പറയുമ്പോഴും ദാവീദ് ശങ്കിച്ചില്ല. ദാവീദ് കടന്നില്ലെങ്കിൽ രാജാവാകാം എന്ന ചിന്തയോടെയല്ല, അഭിഷേക തൈലം വീഴുമെന്നുള്ള ചിന്തയോടെയല്ല, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞല്ലോ എന്ന വിചാരത്തോടെ സ്വത്രം ഒരുപക്ഷെ കൂടാരത്തിന്റെ പുറത്ത് ആടുകളെ മേയ്ക്കുന്ന ജോലിയിലായിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ നിന്നെ കൊണ്ട് ആടിനെ മേയ്ക്കാനേ കഴിയുള്ളൂ, അഭ്യാസമുള്ള ഏലിയാവിനെ പോലും തെരഞ്ഞെടുത്തിട്ട് പിന്നെ നിന്നെ എന്ന് ഒരുപക്ഷെ അവിടെ ചെന്നവരൊക്കെ പറഞ്ഞു കാണും. എന്നാൽ കൂടാരത്തിന്റെ അകത്തേക്ക് കടന്നു വരുന്ന ദാവീദിനെ കണ്ടവുടൻ ദൈവത്തിന്റെ ആത്മാവ് ശൗമേലിനോട് പറയാ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക. സ്വത്രം. ആലയത്തിൽ സ്വത്രം ഈ ശൗമേൽ പ്രവാചകൻ പോരുമ്പോൾ ദൈവം പറഞ്ഞത്, അവന്റെ മുഖം നീ നോക്കരുത്, അവന്റെ പൊക്കം നീ നോക്കരുത്, അവനെ ഞാൻ നിന്നോട് പറയുന്നവനെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജാവാക്കണം. ഇന്ന് പകൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും ഭോഷത്വമല്ല. ജ്ഞാനികളെ രഞ്ജിപ്പിക്കേണ്ടതിന് ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് പകൽ നിന്റെ കഴിവല്ല വിഷയം, ദൈവപദ്ധതിയിൽ നിലനിൽക്കുന്നുവോ എന്നാണ് ദൈവത്തിന്റെ ചോദ്യം. ഇന്ന് പകൽ ദൈവപദ്ധതിയിൽ നിലനിൽപ്പാൻ തയ്യാറായാൽ ജാതികൾക്ക് നടുവിൽ ഒരു പ്രവാചകനായി മാത്രമല്ല, ജനത്തിന് നടുവിൽ സ്വത്രം ന്യായപാലനം ചെയ്യാൻ ഒരു രാജാവായി തെരഞ്ഞെടുപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്ന ദൈവവൈതലേ, ഹല്ലേലൂയ, കൂടാരത്തിന്റെ അകത്തു വന്നവന്റെ തലമേൽ അഭിഷേകം പകരുമ്പോൾ, അഭിഷേകത്തിന്റെ തൈലം പകരുമ്പോൾ ദാവീദ് രാജാവ് ഇങ്ങനെ ഒരു വാക്യം എഴുതുവാൻ ഇടയായി തീർന്നു. സ്വത്രം, കൂട്ടുകാരിൽ പരമായി
ആനന്ദ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്ത ദൈവം. ഇന്ന് പകൽ ഈ വചനം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ഏതൊക്കെ തലത്തിൽ ഏതൊക്കെ മേഖലകൾ നിഗൂഢമായി ഉപേക്ഷിക്കുവാൻ പദ്ധതി ഒരുക്കിയാലും അവിടെ ഇറങ്ങി വന്ന് വിടിവിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കൂടുതലായി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കാത് മന്ദമായിട്ടില്ല. ഇന്നു പകലും സകലവും അറിയുന്ന ഒരു ദൈവം ഇരിക്കുന്ന സ്ഥാനത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെ തട്ടി ഉണർത്തുകയാണ്. ഇന്ന് പകൽ ഈ ദൂത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരോടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ആലോചന കൈമാറുകയാ. നീ ഇരിക്കുന്ന ഇടത്ത് നിന്നെ തട്ടിയുണർത്തുവാൻ എന്റെ ദൈവം അയക്കുന്ന സമയം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നെഹമ്യാവിലൂടെ ഇസ്രായേലിന് ഗുണം ചെയ്യുവാൻ വെളിപ്പെട്ട് വന്നപ്പോൾ സമ്പല്ലത്തും തോബിയാവും പറഞ്ഞത്, ഇസ്രായേലിന് ഗുണം ചെയ്യുവാൻ ഒരുവൻ വന്നത് അവർ കനിഷ്ഠമായി തോന്നി. ഒരുപക്ഷെ നിന്റെ കൂടാരത്തിന്റെ അകത്തേക്ക് ദൈവത്താൽ അയക്കപ്പെടുന്ന ചില പദ്ധതികൾ, ദൈവത്താൽ അയക്കപ്പെടുന്ന ഒരു വ്യക്തികൾ നിനക്ക് ഗുണം ചെയ്യുവാൻ ദൈവത്താൽ അയക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ ഏതൊക്കെ തലങ്ങളിൽ അവർക്ക് ഹല്ലേലൂയ ദോഷമായി, ഒരുപക്ഷെ അവർക്ക് ഇഷ്ടമില്ലെങ്കിലും ഇന്ന് പകൽ ദൈവമാണ് അയച്ചതെങ്കിൽ അവർ കടന്നു വന്ന് നിന്റെ കൂടാരത്തിന്റെ അകത്ത് ചെയ്യുവാനുള്ളത് അവർ ചെയ്തിരിക്കും. അതാർക്ക് അനിഷ്ടമായാലും അത് ദൈവത്തിന് വിഷയമല്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ദൂത് പറയുക, നിന്നെ തേടി വരികയാ. നീ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അവർ നിന്നിലേക്ക് അടുത്തു വരുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, അത് യാദൃശികമായി കടന്നു വന്നതല്ല, മുൻ നിർണയത്തിൽപ്പെട്ടതാണ്. ദാവീദ്, നീ രാജാവാകുമെന്ന് ഇശായി നീ ജനിക്കുന്നതിന് മുമ്പ് നിന്റെ കൂടാരത്തിന്റെ അകത്ത് നിന്നൊരു രാജാവ് ആവശ്യമുണ്ടെന്ന് എന്റെ ദൈവത്തിന്റെ പദ്ധതിയാണ്. ശൗലിനെ മാറ്റിയിട്ട് അവിടേക്ക് ഭക്തനായിരിക്കുന്ന ദാവീദിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുവാൻ ദൈവം ഒരുക്കിയ ദൈവത്തിന്റെ വഴികൾ അത് പ്രത്യേകമായിരിക്കുന്ന നിയോഗങ്ങളും നിലപാടുകളുമാണ്. ഒരുപക്ഷെ രാജസ്ഥാനത്തേക്ക് പ്രവേശിക്കുവാൻ അല്പം താമസിച്ചാലും ജാതികൾക്ക് നടുവിലും രാഷ്ട്രങ്ങൾക്ക് നടുവിലും യുദ്ധങ്ങൾക്ക് നടുവിലും യുദ്ധശ്രുതികൾക്ക് നടുവിലും ഏഴാൽ താഴ്വരയ്ക്ക് നടുവിൽ ദൈവമായിരിക്കുന്ന കർത്താവ് അയച്ചവൻ കടന്നു എന്ന് ചെല്ലുമ്പോൾ ഇസ്രായേൽ 40 ദിവസമായി ഹല്ലേലൂയ മലനായിരിക്കുന്ന ഗോലിയാത്തിനെ ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുകയാ. എന്നാൽ താഴ്വരയിലേക്ക് ഇറങ്ങി വന്ന ഈ ചെറിയ ബാലകൻ ഹല്ലേലൂയ ഒരു കല്ലുമായി ഒരു കവണയുമായി കടന്നു എന്ന് സ്വത്രം ഈ കാണുന്ന വലിയ കൂട്ടത്തെ കണ്ട് ഭയപ്പെട്ടില്ല. ഒറ്റ വാക്ക്, നീ നിന്നിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഇന്ന് പകൽ എത്ര പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുവാനിടയാകും. കുഞ്ഞെ, നീ ആരാണെന്ന് തെളിയിക്കുന്ന സന്ദർഭങ്ങൾ ഒരുപക്ഷെ യുദ്ധമായിരിക്കാം, ഒരുപക്ഷെ വലിയ വലിയ കൂട്ടങ്ങളായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ദൈവത്താൽ നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് ദൈവം വെളിപ്പെടുത്തുന്ന നാഴിക അടുത്തു വരികയാ. നിന്നിലൂടെയുള്ള ദൈവിക പദ്ധതികൾ എത്രത്തോളം മറച്ചു വെക്കുവാൻ പിശാച് അടച്ചു വെച്ചാലും വഴികളെ തുറക്കാൻ കഴിയാതെ തടസ്സമായാലും ഇന്ന് പകൽ യുദ്ധത്തിനു വേണ്ടി ദൈവം വിളിച്ചു വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്. ഇന്ന് പകൽ ഇത് സ്വാഭാവികമായി സംഭവിച്ചതല്ല, ഇത് യാദൃശികമായി സംഭവിച്ചതല്ല. ഇതിന് എല്ലാം പിന്നിൽ നീ ആരാണെന്ന് തെളിയേണ്ടതിന് ഇന്ന് പകൽ ഈ ദൂത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷക്ത നിന്റെ സഭയ്ക്കകത്ത്, കുടുംബത്തിന്റെ അകത്ത്, ദേശത്തിന്റെ അകത്ത് സംഭവിക്കുന്ന സമസ്ത വിഷയങ്ങൾക്ക് നടുവിൽ എന്തു ചെയ്യണമെന്ന് നീ വ്യാകുലപ്പെടുമ്പോൾ നിന്നിലുള്ള പോരാളി ആരാണെന്ന് തെളിയിക്കാൻ നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കുകയാ. യുദ്ധത്തിനായി നിന്റെ വിരലുകളെ അഭ്യസിപ്പിക്കുന്ന ദൈവം നമ്മെ തിരഞ്ഞെടുത്തുവെന്ന് ഇന്ന് പകൽ തിരിച്ചറിയാൻ പോകുക. എത്ര പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കും? യിരെമ്യാവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. കുഞ്ഞെ, ജാതികൾക്ക് പ്രവാചകനായി ദൈവം യിരെമ്യാവിനെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, അവരോട് നീ സംസാരിക്കണം. അവർ നിന്റെ വാക്ക് കൂട്ടാക്കുകയില്ല, കാരണം അവർ മത്സരഗ്രഹമാ. ഏത് ഗ്രഹമാണെങ്കിലും, ഏത് ജനമാണെങ്കിലും, എത്ര മത്സരികളാണെങ്കിലും ഇന്ന് പകൽ നിന്നെ അയച്ച ശുശ്രൂഷകൾക്ക് വേണ്ടി നീ നിൽക്ക്. ദൈവം നിന്നോട് കൂടെയിരിക്കും. പറയുന്നത്, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കത്തില്ല. കാരണം നിന്നെ വിടിവിപ്പാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഗോഡ് ബ്ലസ് യു. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, കേൾക്കപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം. ഈ വചനത്തിന്റെ ഉള്ളറയിൽ വെളിപ്പെട്ട ദൈവിക വെളിപ്പാടുകൾ ഇന്നു പകൽ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാകണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.
ദൈവമായ കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും കാണാം. നന്ദി.